ഹായ് ക്യൂട്ടീസ്. അപ്പോൾ നമ്മൾ ഹോബീസൊക്കെ 2 പാർട്ടായിട്ട് ചെയ്തില്ലേ? അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ പാർട്ട് ഹോബീസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നു ഒരു ക്യാൻഡിൽ ഉണ്ടാക്കുക. നമ്മുടെ എല്ലാവരും വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കുപ്പികൾ അല്ലെങ്കിൽ നമ്മൾ അക്രിലിക് പെയിൻറ്റോ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റിൻ്റെ കുപ്പികളൊക്കെ ഉണ്ടാക്കിയല്ലോ, അത് വെച്ചൊരു ക്യൂട്ടായിട്ട് ഒരു എസ്തെറ്റിക് ആയിട്ടൊക്കെ ഉള്ളൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈസി ആയിട്ട് കിട്ടുന്ന കുറച്ച് മുത്തുകളോ എന്തെങ്കിലും മുത്ത് മതി കേട്ടോ. അപ്പോൾ അതും ആദ്യം കുപ്പിയൊക്കെ നല്ലവണ്ണം കഴുകി അതിനുശേഷം നമ്മൾ കുറച്ച് മുത്തുകൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഒക്കെ അല്ലേ. അപ്പോൾ പ്രത്യേക രസമല്ലേ. വെള്ള പേൾസ് ടൈപ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ കുപ്പിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോബി എന്ന് പറയുന്നത് ഇങ്ങനെ ക്യാൻഡിൽസ് ഇങ്ങനെ തന്നെ ഉണ്ടാക്കുന്നില്ല. ക്യാൻഡിലിൻ്റെ വാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പലതരത്തിൽ ഉണ്ടാക്കും. ഒരു വാട്ടർ ക്യാൻഡിൽ ഉണ്ടാക്കുന്നത്. അതിനോട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം പകുതി വരെ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ക്യാൻഡിൽ, പഴയ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ, വെള്ളയോ ചുമപ്പോ ഏതെങ്കിലും ക്യാൻഡിൽ ഉരുക്കിയ ശേഷം മെൽറ്റാക്കിയ ശേഷം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ക്യാൻഡിൽ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ വലിയ കുപ്പിയിലൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ല രസമല്ല. നമ്മൾ ഈ ടേബിളിലും ഡിസ്കിലും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ക്യാൻഡിലായി. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ക്യാൻഡിൽസ് റെഡി ആയില്ലേ. അപ്പം നമ്മൾ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കി ഇനി കത്തിച്ച് നോക്കണ്ടേ. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാനല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. താഴത്തെ ആ പേളിൻ്റെ ആ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് കത്തിച്ച് നോക്കിയാലോ. അപ്പോൾ കത്തിക്കുമ്പോൾ സൂക്ഷിക്കുക. പിന്നെ ക്യാൻഡിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇത് നമുക്ക് വെള്ളം താഴെയുള്ളതുകൊണ്ട് ഇഷ്ടം നേരം പോലെ നമുക്ക് കത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഇതിന് ഫുൾ വാക്സ് ഇട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് ഹോബി? അടുത്ത ഹോബി എന്ന് നമ്മൾ പറയുന്നു കുറച്ച് എംബ്രോയ്ഡറി ചെയ്യാമെന്ന്. എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ നമ്മൾ ഫാബ്രിക്കിലല്ല, നമ്മളൊരു കാർഡ് ഉണ്ടാക്കാൻ പോലും, അതും പേപ്പറിൽ ഒരു റോസ് ഉണ്ടാക്കാൻ പോയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ 4 റോസ് ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഫാബ്രിക്കിനകത്ത് ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ കാർഡിനകത്ത് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഫാബ്രിക്കിനകത്ത് ഇഷ്ടംപോലെ എംബ്രോയ്ഡറി പഠിച്ചു. പണ്ട് എംബ്രോയ്ഡറിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ റോസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫാബ്രിക്കിനകത്ത് നമ്മുടെ ഇഷ്ടമുള്ള ഡ്രസ്സിനകത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഹോബിയാണ് എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എംബ്രോയ്ഡറി നൂലും ത്രെഡും ഒക്കെ മാത്രമേ ഉള്ളൂ. സൂചിയൊക്കെ വെച്ച് നമുക്ക് ക്ഷമയോടെ ചെയ്യാം. നമ്മളിപ്പോൾ എല്ലാവരും ക്രോഷ് ചെയ്യുന്ന പോലെ തന്നെ ഒരു നല്ല രസമുള്ള പരിപാടിയാണ്. സ്വന്തമായിട്ട് എംബ്രോയ്ഡറി ഒക്കെ അറിയുകയാണെങ്കിൽ നമ്മൾ പ്ലെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ചുരിദാറൊക്കെ മേടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലൗസോ എന്തെങ്കിലുമൊക്കെ സ്കേർട്ടോ പിള്ളേരുടെ ഉടുപ്പിലൊക്കെ നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ പല എംബ്രോയ്ഡറി വർക്കുകളും ഉണ്ട്. അതിൻ്റെ സ്റ്റിച്ചസും പലതുണ്ട്. ഇപ്പോൾ എനിക്കറിയാവുന്നൊരു ചെറിയ സ്റ്റിച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഒരു കാർഡ് ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ടാണ് ഞാനിതിനകത്ത് ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. പലതരത്തിൽ റോസ് ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു എംബ്രോയ്ഡറി മാത്രമായിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ഇടാവേ. അപ്പം പല കളറിലുള്ള എംബ്രോയ്ഡറി ത്രെഡ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നമുക്ക് എംബ്രോയ്ഡറി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഏതെങ്കിലും യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പല സ്റ്റിച്ചുകളുണ്ട്. നമ്മൾ ക്രോഷ പോലെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ വീട്ടിലിരുന്ന് ഹോബിയൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയൊക്കെ ഒരു പരിപാടി എംബ്രോയ്ഡറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു കാർഡ് സിമ്പിളായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് വെച്ച് ഫാബ്രിക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ ഈ ബർത്ത്ഡേ കാർഡുകളൊക്കെ എല്ലാവരും എല്ലാ പ്രാവശ്യം നമ്മൾ പേപ്പർ കട്ട് ചെയ്തും അല്ലെങ്കിൽ പടം വരച്ചൊക്കെ അല്ലേ കാർഡ് ഉണ്ടാക്കാം. നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു കാർഡ് ഉണ്ടാക്കാം. ഒരു ഫ്ലവറൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ഫ്ലവറായിട്ടുള്ള കാർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3-4 റോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ കുറച്ച് ഈ സൈഡ് കോർണറിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് അറിയാവുന്ന രീതിയിൽ, എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഹോബി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ പല ഹോബീസ് നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് കുറേ ഹോബീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ നോക്കുക കേട്ടോ. അപ്പം നമ്മുടെ കാർഡ് റെഡി ആയിട്ട് എങ്ങനെയുണ്ട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ നോക്കണേ. അടുത്തതാണ് നമ്മുടെ ഡൂഡിലായിട്ട്. നമ്മൾ പല പ്രാവശ്യം നമ്മൾ സെൻറ്റാങ്കിളായിട്ടും ഇല്യൂഷനായിട്ട് അങ്ങനെയൊക്കെ ചെയ്തില്ല. അതിൻ്റെ തന്നെ അതിൻ്റെ ഒരു ചേച്ചിയെന്നോ അനിയനെന്നോ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാം ഒരു ഫാമിലി പെട്ടതാണ്. അപ്പം ഒരമ്മയുടെ മക്കൾ തന്നെ എന്ന് പറയാം. അപ്പം നമ്മൾക്ക് ഈ ഡൂഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന ഷേപ്പ് വരയ്ക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരയ്ക്കാം. നിങ്ങൾ പലയിടത്തും കണ്ടില്ലേ ഈ ഡൂഡിൽ ആർട്ടിസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ചില ഐസ്ക്രീമിന് ഡൂഡിലുണ്ടാക്കുന്നു, ഫുഡിൻ്റെ അലഗ് എന്തെങ്കിലുമൊക്കെ ഡൂഡിൽസ് വരയ്ക്കാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഫൺ ടൈപ്പ് ഒരു ആർട്ട് നമുക്ക് ഇഷ്ടപ്പെടും. കൊച്ചു പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു മെൻ്റൽ റിലാക്സേഷന് പറ്റിയ ഒരു ഹോബി ടൈപ്പാണ്. അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു നല്ലൊരു ബുക്ക് എടുത്ത്, ഇന്ന ബുക്കൊന്നൊന്നുമില്ല, നമ്മളിങ്ങനെ കുറച്ച് ഞാനിപ്പോൾ വരയ്ക്കുന്ന ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു ബുക്കിനകത്ത് വരയ്ക്കണം എന്ന് ഉദ്ദേശമുണ്ട്. ഒരു പാണ്ടക്കുട്ടനെ അല്ലെങ്കിൽ കുറേയേറെ ടെഡി ബിയേഴ്സിനെ അല്ലെങ്കിൽ പാണ്ടക്കുട്ടന്മാരെ വരയ്ക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം
നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ കളർഫുള്ള് വരയ്ക്കാം, അതെന്തെങ്കിലുമൊക്കെ വരയ്ക്കാം. ഇതൊന്നും അല്ല, ഇനിയും കുറേ ഹോബീസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഹോബീസ് വെച്ചാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഹോബി സജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ ഡൂഡിൽ ആർട്ടിൽ നമ്മൾ ഏകദേശം എല്ലാ കുളത്തിനും നമ്മൾ ചെവിയൊക്കെ വരച്ച് കൊടുത്തു. ഇനി കണ്ണും മൂക്കും ഒക്കെ വരച്ച് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മുടെ ഡൂഡിൽസ് എന്തോട്ട് ഒരു ക്രിയേറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അത് ആ ഷേപ്പ് മാറുന്ന വെച്ചാൽ ഈ ഷേപ്പിലെന്ന് വെച്ച് നമുക്ക് പല പല ആനിമൽസിനെ വരയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ എന്തെങ്കിലും വരയ്ക്കണം. ഇതിനാദ്യം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണ് ഈ ഡൂഡിൽ ആർട്ടിൻ്റെ ഏറ്റവും പ്രത്യേകത. കാരണം ഇത് നമ്മുടെ മെൻ്റൽ റിലാക്സേഷന് പറ്റിയ ഒരു പരിപാടിയാണ്. അല്ലേ തന്നെ നമ്മൾ പറയുന്നത് ആംഗിളൊക്കെ വരയ്ക്കുന്നത് നമുക്ക് സ്ട്രെസ് റിലീവ്, അതുപോലെ തന്നെ ഒരു പരിപാടിയാണ് ഈ ഡൂഡിൽ ആർട്ടെന്ന്. അപ്പം ഞാൻ കുറേ കുണ്ടന്മാരം വരച്ചിട്ടുണ്ട്, കണ്ണ് വലുതും ചെറുതും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരബദ്ധം ചെയ്താൽ ഞാൻ ബ്ലാക്ക് ഫുള്ള് വരയ്ക്കണം എന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് ബ്ലാക്ക് വെച്ച് നിർത്തി. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത കുറേ ഹോബീസിന് 1-2 നമ്മൾ ഇന്ന് ചെയ്ത് കാണുക. ക്യാൻഡിൽ, നമ്മുടെ എംബ്രോയ്ഡറി, ഡൂഡിൽ ആർട്ട്. ഇപ്പോൾ ഇത് ഏതിലാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ. ബൈ.